ഒഡീഷ, ഭുവനേശ്വറിൽ ഒരു കാര്യം പറയുവാണെങ്കിൽ ഞാൻ തമിഴിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പെണ്ണുണ്ടല്ലേ, ആ പെണ്ണെന്ന് പറയുന്നത് നിസ്സാരക്കാരിയല്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഒരാളെങ്കിലും ഇനി പറയാൻ പോകുന്ന വലിയൊരു കെണിയിൽ, ആ കെണിയിൽ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഊരിപ്പോരാൻ വലിയൊരു പാടാണ്. അതിൽ പെടാതിരിക്കണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ്, നമ്മുടെ വിഷയത്തിലേക്ക് വരുന്ന മുമ്പ് നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ ഗൂഗിൾ ക്രോം എടുക്കുക, ഗൂഗിളിൽ ഒരു വാക്ക് സെർച്ച് ചെയ്യുക, സെക്സ്റ്റോർഷൻ. അതായത് സെക്സ് പ്ലസ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്, ഇപ്പോഴത്തെ ഒരു ന്യൂജൻ വാക്കാണ് സെക്സ്റ്റോർഷൻ എന്നുള്ളത്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ന്യൂസ് ടാബിൽ പോയി കഴിഞ്ഞാൽ 100 കണക്കിന് ന്യൂസ് ആർട്ടിക്കിൾസ് കാണാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൂയിസൈഡ്, അതായത് ആത്മഹത്യകൾ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം വായിക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 22-ാം തീയതി പോലും പൂനെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 19 വയസ്സുള്ള ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തിരുന്നു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതേ പൂനെയിൽ മറ്റൊരു പയ്യൻ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതുപോലെ ആത്മഹത്യകളൊക്കെ സംഭവിക്കുമ്പോഴാണ് പോലീസ് വിജിലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. അതിനു മുമ്പ് ഒരു കാര്യം പറയുവാണെങ്കിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. എല്ലാ കണ്ണുകളും ഖത്തറിലേക്കാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് റോഡ് ടു ഖത്തർ, ഹിസ്റ്ററി ഓഫ് വേൾഡ് കപ്പ് ഫുട്ബോൾ എന്നുള്ളത്. നമ്മുടെ വേൾഡ് കപ്പിന്റെ ചരിത്രം വളരെയേറെ അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ ഒരു പുസ്തകം മേടിക്കണമെങ്കിൽ 300 മുതൽ 400 വരെ രൂപയാകുമല്ലോ. പക്ഷേ കുക്ക് FM എന്ന് പറയുന്ന ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമിൽ ഇതിന്റെ ഓഡിയോ ബുക്ക് ഉൾപ്പെടെ 50,000-ഓളം വില, അതിന് മുകളിൽ വർത്ത് വരുന്ന പുസ്തകങ്ങൾ വെറും 199 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന കൂപ്പൺ കോഡായിട്ടുള്ള ദീപാവലി 15 എൻ്റർ ചെയ്യുക. സാധാരണ വാർഷിക വരിസംഖ്യ 399 പക്ഷേ ഈ ഒരു കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുവാണെങ്കിൽ 50% ഡിസ്കൗണ്ട്, അതായത് 199 രൂപയ്ക്ക് നമുക്ക് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ 10 ലക്ഷം രൂപയോളം വില വരുന്ന സമ്മാനങ്ങൾ, കാറ്, ഗോൾഡ് കോയിൻ തുടങ്ങിയവയ്ക്ക് നേടാനുള്ള അവസരമുണ്ട്. കൂടുതൽ അറിയാനായിട്ട് കുക്ക് FM ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. കുക്ക് FMൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സ്ലീപ്പർ ടൈമർ സെറ്റ് ചെയ്യാം, ഓഡിയോ ഡൗൺലോഡ് ചെയ്യാം, നോട്ടുകൾ ആഡ് ചെയ്യാം, അതുപോലെ പ്ലേയിങ് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ദീപാവലിയൊക്കെയാണ്, ദീപാവലിക്ക് വിജയത്തിന്റെ ദീപം തെളിക്കൂ. എന്താണ് സംഭവം നോക്കുവാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അവർക്ക് ഈ ഒരു അനുഭവം നേരിട്ടുമായി ബന്ധപ്പെട്ട് ഇത് കറക്റ്റ് റിവീൽ ചെയ്ത് ജനങ്ങൾ അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് പണ്ടും ഇതുമായി ബന്ധപ്പെട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്താണ് സംഭവം നോക്കുവാണെങ്കിൽ, പെട്ടെന്ന് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമായിരിക്കും, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ചായയൊക്കെ കുടിച്ചിരിക്കുമായിരിക്കും. പെട്ടെന്ന് നമ്മുടെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വരികയാണ്. അൺനോൺ നമ്പറാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അൺനോൺ പ്രൊഫൈലിൽ നിന്നാകാം, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ആപ്പുകളിൽ നിന്നുള്ള അൺനോൺ നമ്പറിൽ നിന്നാകാം. എന്തായാലും നമ്മൾ ആ കോൾ എടുക്കുകയാണ്. കോൾ എടുത്തപ്പോഴേക്കും ഒരു നല്ല സുന്ദരിയായിട്ടുള്ള പെണ്ണ് സ്ട്രിപ്പ് ചെയ്യുന്ന, അതായത് ഡ്രസ്സ് ഊരി മാറ്റുന്ന തരത്തിലുള്ള ഒരു സെഡ്യൂസിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പെട്ടെന്ന് ഏതൊരാളോ അത് കണ്ടിരുന്ന് പോകാൻ സാധ്യതയുണ്ട്. ഇതെന്താണ് കാണിക്കുന്നത്, ആരാണിത്, അറിയത്തോലും ഇല്ല. പെട്ടെന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇതാണ് വരുന്നത് അല്ലേ. കുറച്ച് നേരത്തിനുള്ളിൽ വീഡിയോ കട്ടാവുകയാണ്. അതിനുശേഷം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ഒരു വീഡിയോ ആണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഫേസ് മറ്റൊരു അശ്ലീല വീഡിയോ ആയിട്ട് മോർഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിലുള്ള ആണിന് നിങ്ങളുടെ ആ രൂപത്തിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതോടൊപ്പം മിക്സ് ചെയ്തിരിക്കുന്നു. എന്തായാലും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു അശ്ലീല വീഡിയോയിലെ കഥാപാത്രമായി മാറിയിരിക്കുന്നു. എന്നിട്ട് ആദ്യം ആ വീഡിയോ വെച്ച് തരും. എന്നിട്ട് പറയുന്നത് ഇത് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം അയച്ചു കൊടുക്കേണ്ടെങ്കിൽ ഇത്രത്തോളം പൈസ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടുക എന്ന് പറയും. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുമല്ലോ. കാരണം നമ്മൾ കഥാപാത്രമായിട്ടുള്ള അശ്ലീല വീഡിയോ നമ്മളെല്ലാം നമുക്കുറപ്പുണ്ട്. പക്ഷേ ഇതൊക്കെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി വരുമ്പോഴേക്കും ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ടാകും അല്ലേ. ഇതൊക്കെ വെച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നേരത്തെ തന്നെ ഫ്രണ്ട് ആയിരിക്കും, ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പേരുകളിൽ നിന്നൊക്കെ ഫ്രണ്ട് ആയിരിക്കാം. ചിലപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൂടെ തന്നെ ആയിരിക്കും നമ്മളെ കോൾ ചെയ്യുന്നത്. നമ്മളുമായിട്ട് ചെറുതായിട്ട് പരിചയം ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ടാകാം, ഒക്കെ ആകാം. എന്തായാലും നമുക്ക് ഇവരെ പരിചയമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. പരിചയമുള്ള അവസ്ഥയുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അത് നമ്മൾ തന്നെ അവിടെ തലവെച്ച് കൊടുക്കുന്നതാണ്. അതല്ല ഞാനിപ്പോൾ പറയുന്നത്. നമുക്ക് യാതൊരുവിധ പരിചയവും ഇല്ലാത്ത ഒരാളാണ് നമ്മളെ കോൾ ചെയ്യുന്നത്. അങ്ങനെ ഇവരെന്തൊക്കെയാണ് ചെയ്യുക എന്നല്ലേ പറഞ്ഞു വന്നത്. നമ്മുടെ ഫേസ്ബുക്കിലുള്ള എല്ലാ ഫ്രണ്ട്സിനും ഇവർ അയച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർ മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്യാറുണ്ട്. ഇവർ നമ്മളോട് പറയും ഇന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പൈസയൊക്കെ കിട്ടുന്നത് ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെ സൗഹൃദം നടിച്ച് പറയുമല്ലോ. അങ്ങനെ നമ്മുടെ കോൺടാക്റ്റുകളെല്ലാം കൈക്കലാക്കും. അങ്ങനെ വാട്സാപ്പിലുള്ളവർക്കും കൂടെ ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. നേരിട്ട് ഒരാൾ കോൺടാക്ട് ചെയ്ത് അയാളുടെ വിഷമം പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയത്, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അത് തലവെച്ച് കൊടുത്തായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇയാളുടെ പേരിൽ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി, പുള്ളി ഫോളോ ചെയ്യുന്ന എല്ലാവരെയും ഫോളോ ചെയ്തു. അപ്പോൾ പുള്ളിയുടെ പുതിയ അക്കൗണ്ടാണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. എന്നിട്ട് ഈ പുള്ളിയുടെ വീഡിയോ, ഈ പറയുന്ന അശ്ലീല വീഡിയോ എടുത്ത് സ്റ്റോറി ഇട്ട് വെച്ചിരിക്കുന്നു. എന്താ അവസ്ഥ. അതിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഒറിജിനൽ വീഡിയോ ആയിരുന്നു അയാളുടേത്. അയാൾ പോയി തലവെച്ച് കൊടുത്താണ്. അത് ഞാൻ രണ്ടാമത്തെ വിഭാഗത്തിൽ പറയാം. അപ്പോൾ ഇതാണ് സെക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. സെക്സിന്റെ പേരിൽ നിങ്ങൾ ഒന്നും അറിയാതെ തന്നെ
അതിന് ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയാകുകയാണ്. ഇതെന്ന് പറയുമ്പോൾ ചെറിയ എന്തെങ്കിലും പരിപാടി ആയിട്ട് നിങ്ങൾക്ക് തോന്നാല്ലേ? ഒരിക്കലുമല്ല. ഈ കൊറോണ ലോക്ക്ഡൗണിന് ആ ഒരു ടൈമിന് ശേഷം രാജ്യവ്യാപകമായിട്ട് കോടിക്കണക്കിന് രൂപ തിരിയുന്ന വലിയൊരു റാക്കറ്റായിട്ട്, വലിയൊരു മാഫിയ റാക്കറ്റായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സെക്സ്റ്റോർഷൻ അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ 100 അല്ല 1000കണക്കിന് ന്യൂസ് ആർട്ടിക്കിൾസ് കാണാൻ പറ്റും. ഞാൻ എല്ലാം വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ പ്രധാന ഉറവിട കേന്ദ്രം, അതായത് നമ്മുടെ നാട്ടിൽ കോൾ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്ന കാര്യം അറിയാമല്ലേ? ചില പരസ്യ കമ്പനികളൊക്കെ കോൾ സെൻറ്റർ വയ്ക്കും. എന്നിട്ട് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഈ കോൾ സെൻറ്ററിലെ ആൾക്കാരെ ഏൽപ്പിക്കും. അവർ ഓരോരോ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ട്, ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരിക, മസാജ് പാർലേഴ്സിൽ വരിക എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാറുണ്ടല്ലേ? സെയിം ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് ഇവർ ഇവിടെ നടത്തുന്നത്. ഇതിന് വേണ്ടിയിട്ടൊരു കോൾ സെൻറ്റർ ഉണ്ടാവും. എന്നിട്ട് അതിൽ കൃത്യമായിട്ട് ഒരു ആക്ഷൻ പ്ലാൻ നടത്താൻ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ടാകും. ആളെ കണ്ടെത്തുക എന്ന് പറയുമ്പോഴേക്കും നല്ല സാമ്പത്തികമുള്ള ആളെ കണ്ടെത്തിയിട്ട് ഇവർക്ക് കാര്യമുള്ളല്ലോ. അല്ലാതെ ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ലൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് ഹൈ പ്രൊഫൈലായിട്ടുള്ള നല്ല കയ്യിൽ പൈസയുള്ള വ്യക്തികളെയൊക്കെയാണ്. അല്ലാതെയും ലോക്കൽ ടീം ടാർഗറ്റ് ചെയ്യാറുണ്ട്. എന്തായാലും ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാവും, നല്ല പൈസയുള്ള ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇവരോട് ഇടപഴകാൻ വേണ്ടിയിട്ട് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള, വളരെ പ്രൊഫഷണലായിട്ടും അതുപോലെ തന്നെ വളരെ ഫ്ലേർട്ടി ആയിട്ടും വളരെ സ്വീറ്റായിട്ടും, അതായത് എന്താ കുട്ടാ അരുണേട്ടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന, അവരെ വളച്ച് വീഴ്ത്താൻ പറ്റുന്ന സ്ത്രീകൾ ഇതിൻ്റെ അകത്തുണ്ടാവും. കൃത്യമായിട്ട് നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ ഞാൻ പറഞ്ഞത് വായുന്നൊന്നും എടുത്തല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഓൺലൈൻ ഫ്രോഡിനെ പറ്റി മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. നേരിട്ട് പോയിട്ട് ഹണി ട്രാപ്പിൽ വീണിട്ടുള്ള ഫ്രോഡിനെ പറ്റി സംസാരിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് നാൾക്ക് മുമ്പായിരുന്നു ഫീനിക്സ് കപ്പിൾ എന്നറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നവരാണ്, ഒരു ഭാര്യയും ഭർത്താവും. അവരൊക്കെ നേരിട്ടുള്ള സ്കാമിലാണ് വരുന്നത്. ഞാനത് വിട്ടുകളഞ്ഞതാണ്. ഇത് നമ്മുടെ വിഷയമല്ല, നമ്മുടെ ഓൺലൈൻ എക്സ്റ്റോർഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒലിപ്പിച്ച് ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളുണ്ടാവും. പിന്നെ അക്കൗണ്ടുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടീമുണ്ടാവും. ഇവർക്കെല്ലാം തലവന്മാരായിട്ട് കുറച്ച് പേരുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയിലെ പലതരത്തിലുള്ള റാക്കറ്റുകളെ പോലെ ഇപ്പോൾ ഒരുപാട് റാക്കറ്റുകളും മാഫിയാസും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? അതുപോലെ തന്നെ ഇന്ന് പറയുന്ന ഓൺലൈൻ എക്സ്റ്റോർഷൻ, സെക്സ്റ്റോർഷൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു റാക്കറ്റായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം ഇതാണ്. നമ്മളൊന്നും അറിയാത്ത നമ്മളെ ഒരു അശ്ലീല വീഡിയോയിൽ കഥാപാത്രമാക്കും. ഒരു പെണ്ണുമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന പോലെയും നമ്മൾ സ്വകാര്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് അതുവഴി നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ ഇവരുടെ ഭീഷണിക്ക് വഴങ്ങാൻ കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാനം പോവും. നമ്മുടെ ബന്ധുക്കൾക്കും അമ്മയ്ക്കോ അച്ഛനോ നമ്മളെ അല്ലെങ്കിൽ കുടുംബത്തിലെ നമ്മളല്ല നമുക്കറിയാമല്ലോ. പക്ഷേ ഇതൊക്കെ അവരെ പറഞ്ഞ് ധരിപ്പിക്കാൻ ഒരുപാട് സമയമെടുക്കത്തില്ല. നമുക്ക് പബ്ലിക്കായിട്ട് ഇത് വന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകത്തില്ല. ഇവിടെയാണ് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാണ് ഇതിനൊക്കെ ഇരയായി കഴിഞ്ഞാൽ നിൻ്റെ കയ്യിലിരിപ്പുണ്ടാന്നേ പറയത്തുള്ളൂ അല്ലേ? അത് എപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പാണ് ആരുഷി ഭാട്ടിയ എന്ന് പറയുന്ന ഒരു അത്രയും മോശം സ്ത്രീയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ 8 സ്ഥലങ്ങളിലുള്ള 8 ആണുങ്ങളുമായിട്ട് അവൾ പ്രണയം നടിച്ച് അവരെ വലയിലാക്കി. എന്നിട്ട് പരസ്പര സമ്മതത്തോടു കൂടിയിട്ട്, മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയിട്ട് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് ഈ പെണ്ണ് ചെയ്ത കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തും. പൈസ ഒന്നില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ 8 അല്ല, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് പൈസ കൊടുത്തു. പക്ഷേ 8 പേര് പൈസ കൊടുത്തിട്ടില്ല. ഈ പെണ്ണ് 8 സ്ഥലങ്ങളിലുള്ള ചെറുപ്പക്കാരാണല്ലോ. 8 വിവിധ പോലീസ് സ്റ്റേഷനുകളായിട്ട് ഈ പെണ്ണ് കേസ് കൊടുത്തു. എന്നിട്ട് പോലീസ് അവളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാൾ ജാമ്യം പോലും കൊടുത്തില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പിന്നീട് ഞാൻ അതിനെപ്പറ്റി ഫോളോ അപ്പ് ചെയ്തില്ല. എന്തായാലും ആരുഷി ഭാട്ടിയ സംതിങ് നെയിമായിരുന്നു. ഞാൻ സ്റ്റോറി ഓഫ് എ ബിച്ച് എന്ന് പറഞ്ഞ് അവളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആണുങ്ങൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ നേരിട്ട് കഴിഞ്ഞാൽ വലിയൊരു വിഷയമാണ്. അവനെ ക്യാൻസൽ ചെയ്ത് കളയപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ? സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അവനെ ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു അവസ്ഥ അവൻ നേരിടും എന്നവൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി പുറത്തു പറയാൻ മടിക്കുകയും അതോടൊപ്പം എങ്ങനെയെങ്കിലും പൈസ അടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് എമൗണ്ടായിരിക്കും ചോദിക്കുന്നത്. ഒരു 10,000 20,000 ഒക്കെ ചോദിക്കും. പക്ഷേ നമ്മളത് കൊടുത്തു കഴിയുമ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപയായിരിക്കും ചോദിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ചിന്തിക്കും ഡൽഹിയൊക്കെ ബേസ്ഡ് ആണെന്നല്ല. ഇത് പ്രധാനമായിട്ട് ഈ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നത് രാജസ്ഥാനിൽ നിന്നാണ്. രാജസ്ഥാനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. അവിടെ 1000കണക്കിന് വരുന്ന കോൾ സെൻറ്ററുകളിൽ ഇതിന് വേണ്ടിയിട്ട് 10,000കണക്കിന് വരുന്ന എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. 10,000കണക്കിന് വരുന്ന സ്ത്രീകളും പുരുഷന്മാരൊക്കെ ചേർന്ന് ഈ ഒരു സെക്സ്റ്റോർഷൻ്റെ ഭാഗമായിട്ട് കോൾ സെൻറ്ററുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും മറ്റ് 2 സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് പൂനെയാണ്, മഹാരാഷ്ട്ര ബേസ് ചെയ്തുള്ള ആ സ്ഥലങ്ങളൊക്കെയാണ്. അവിടെയാണ് 2 ആത്മഹത്യകൾ ഈ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത സ്ഥലം എന്ന് പറയുന്നത്
ഒഡീഷ ഭുവനേശ്വറിൽ ഒരു കാര്യം പറയുവാണെങ്കിൽ ഞാൻ തമിഴിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പെണ്ണുണ്ടല്ലേ, ആ പെണ്ണെന്ന് പറയുന്നത് നിസ്സാരക്കാരിയല്ല. ഒരു കാലത്ത് നമ്മുടെ കേരള ഗവൺമെന്റിനെ ഒറ്റൊരു പെണ്ണിന് പിടിച്ച് കുലുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലേ. റിപ്പോർട്ട് വന്നപ്പോഴേക്കും ആ ഒരു ഗവൺമെന്റിലെയും ഇവിടുത്തെ ശക്തരായിട്ടുള്ള എല്ലാ പൊളിറ്റീഷ്യൻസിനും ആ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടിയായിരുന്നു. കാരണം ഒരു പെണ്ണ് കംപ്ലീറ്റ് ആൾക്കാരെ വലയത്തിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലേ. സെയിം സംഭവം ഒഡീഷയിൽ സംഭവിക്കുകയാണ്. അർച്ചന നാഗ് എന്ന് പറയുന്ന 26-കാരി 4 വർഷം കൊണ്ട്, അതും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിലാണ്. എന്തായാലും ടോട്ടൽ 4 വർഷം കൊണ്ട് അവൾ സമ്പാദിച്ചിട്ടുള്ളത് 30 കോടിയാണ്. സാധാരണക്കാരായിട്ടുള്ള എനിക്ക് നിങ്ങൾക്കൊക്കെ 1 കോടി എന്ന് പറഞ്ഞാൽ തന്നെ ചിന്തിക്കാൻ പറ്റുന്നതിന് ഒരുപാട്, നമ്മുടെ സ്വപ്നം കാണാൻ പറ്റുന്നതിന് ഒരുപാട് അപ്പുറത്താണല്ലേ. ഇവള് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി മാത്രം സമ്പാദിച്ചത് 30 കോടിയാണ്. അത് ഓൺലൈൻ ഇടപാടുകളുണ്ട്, നേരിട്ടുള്ള പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് പല കേസുകൾ ഇവൾക്കെതിരെ വന്നിട്ടുണ്ടെങ്കിലും, അതായത് ഒരുപാട് ഫിലിം പ്രൊഡ്യൂസേഴ്സൊക്കെ ഇവൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും പോലീസ് ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മറ്റൊരു പെണ്ണ് ഇവൾക്കെതിരെ പരാതി കൊടുത്തു. അങ്ങനെ ആ ഒരു കേസിലാണ് ഇവളെ FIR ഇട്ട് അകത്താക്കുന്നത്. അകത്താക്കി പോലീസ് അന്വേഷണം നടത്തിയപ്പോഴേക്കും ഒഡീഷ പോലീസിനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഒഡീഷ ഗവൺമെന്റിലെയും എതിർകക്ഷികളിലെയും അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസും അതോടൊപ്പം ഏറ്റവും വലിയ ബിസിനസ്സുകാരും ഏറ്റവും റിച്ച് ആൻഡ് പവർഫുൾ ഏറ്റവും ശക്തരായിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ എന്താ പറയുക വളരെ ഇൻഫ്ലുവൻഷ്യൽ പവറുള്ള ആൾക്കാരും എല്ലാം, പിന്നെ ബിസിനസ്സുകാർ, പിന്നെ കോടികൾ സമ്പാദിക്കുന്ന വ്യക്തികൾ എല്ലാം ഈ പറയുന്ന അർച്ചന നാഗിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അത്രയും ഒരു പെണ്ണിന് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ പറയാറുണ്ടല്ലേ, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മൻ തടുക്കത്തില്ല എന്നതാണ് അർച്ചന നാഗ് നടത്തി കാണിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരെയും അവൾ ഈ ഒരു പെണ്ണിനെ കൂട്ടിക്കൊടുത്ത് വലയത്തിലാക്കിയായിരുന്നു. ഇവള് ബ്യൂട്ടി പാർലറൊക്കെ നടത്തുമായിരുന്നു. പക്ഷേ ബ്യൂട്ടി പാർലറിൻ്റെ മറവിൽ നടത്തിക്കൊണ്ടിരുന്നത് സെക്സ് റാക്കറ്റ് ആയിരുന്നു. ഒരു പെൺവാണിഭ കേന്ദ്രം നടത്തുന്നുണ്ടായിരുന്നു. ആ ഒരു പെൺവാണിഭത്തിൽ ഇവളുടെ ഇരയായ മറ്റൊരു പെൺകുട്ടിയാണ് ഇവൾക്കെതിരെ പരാതി കൊടുക്കുന്നത്. അതിനു മുമ്പ് ഒരു ഫിലിം പ്രൊഡ്യൂസർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 കോടി ഏതാണ്ട് ഇവൾ ചോദിച്ചു ഭീഷണിപ്പെടുത്തുവാന്ന് പറഞ്ഞിട്ട്. പക്ഷേ അന്ന് ഒരാണിൻ്റെ വാക്കല്ലേ, ഇവിടുത്തെ ലോ സിസ്റ്റം ഒന്നും വലിയ കാര്യമൊന്നും നോക്കത്തില്ലല്ലോ. പക്ഷേ മറിച്ചൊരു പെണ്ണ് കൊടുത്തപ്പോഴേക്കും ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു. എന്തായാലും ഈ പറയുന്ന അർച്ചന നാഗ് നിലവിൽ പെട്ടിരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവളും ഭർത്താവും കൂടെ ചേർന്നാണ് ഈ ഒരു തട്ടിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്നത്. പക്ഷേ അതിൻ്റെ മുഖ്യ സൂത്രധാര എന്നുള്ളതും ഈ പറയുന്ന ആൾക്കാരുടെ കൂടെ പോയിട്ട് മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ ഓൺലൈൻ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ട് ഈ പൈസ മൊത്തം ലൂട്ട് ചെയ്യുന്ന അർച്ചന നാഗാണ്. ഈ അർച്ചന നാഗാണ് കംപ്ലീറ്റ് ഒരു ബ്രോത്തൽ വെച്ചിട്ട്, അതൊരു വേശ്യാലയം പോലത്തെ ഒരു പെൺവാണിഭ കേന്ദ്രം വെച്ചിട്ട് ഒരുപാട് പെൺകുട്ടികളെ അതിലേക്ക് ഇരയാക്കിയിട്ട് അവരെയും വെച്ചിട്ട് കോടിക്കണക്കിന് രൂപ ആരുടെ കയ്യിൽ നിന്ന് തട്ടിയത്? മോസ്റ്റ് പവർഫുൾ പൊളിറ്റീഷ്യൻസിൻ്റെ കയ്യിൽ നിന്നും ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്നും പിന്നെ ഓൺട്രപ്രീനേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ തട്ടിയെടുത്തത്. പിന്നെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അവരുടെ കയ്യിലാണല്ലോ ധാരാളം പണമുള്ള മറ്റൊരു കൂട്ടരാണല്ലോ. ഇത്രയും പേരെ പോക്കറ്റിലിട്ട് വലിപ്പിച്ച ഒരാളാണ് ഈ പെണ്ണെന്നുള്ളത്. എന്തായാലും അവളോട് മറന്നിക്കാൻ പറയാം, അവളെന്തെങ്കിലും ചെയ്യട്ടെ. കാരണം നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെങ്കിലും ഒരാൾ കെണികളിൽ പെടരുന്നാണല്ലേ. എന്തായാലും നമ്മുടെ പിള്ളേരൊന്നും അർച്ചന നാഗിൻ്റെ വലയിൽ പോയി വീഴത്തില്ല എന്ന് എനിക്കറിയാം. കാരണം അവൾ ഒഡീഷയിൽ കിടക്കുന്നു, അതും ടോപ്പ് ആൾക്കാരെയാണ് മാത്രമാണ് അവൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സംസാരിക്കേണ്ടത് ഈ പറയുന്ന എക്സ്റ്റോർഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ ഞാൻ ഒരു നമുക്കറിയാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യാനുള്ളത് ദയവായിട്ട് അങ്ങനത്തെ കോളുകൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു പക്ഷേ ഉണ്ട്. കാരണം ഇതെന്ന് പറയുന്നത് അൺനോൺ ആയിട്ടുള്ള ഒരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു, അത് നമ്മൾ എടുക്കുന്നു, എന്നിട്ട് ആ ഒരു വീഡിയോ നമ്മുടെ മിക്സ് ചെയ്ത് കയറ്റുന്നു അല്ലെങ്കിൽ മോർഫ് ചെയ്ത് കയറ്റുന്നു എന്നുള്ളതാണല്ലോ. പക്ഷേ ഇതല്ല ഭൂരിഭാഗം കേസുകളിൽ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ ആമ്പിള്ളേർ പെട്ടുപോകുന്നത് ഇതുപോലത്തെ അൺനോൺ കോൾസിലല്ല ഭൂരിഭാഗം കേസുകളിലും. ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു പെണ്ണൊന്ന് ചാറ്റ് ചെയ്യും, ഒറിജിനൽ പെണ്ണ് തന്നെയായിരിക്കും. എന്നിട്ട് ഇവരോട് കമ്പനിയാകും, സൊല്ലും, സല്ലപിക്കും, മറ്റേ ചായ കുടിച്ചോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഒരു രസകരമായിട്ടുള്ള കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഇംഗ്ലീഷിൽ ഒരു ഗ്രാമറും ഉണ്ടാകത്തില്ല. കാരണം ഇവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചാണ് ചാറ്റ് ചെയ്യുന്നത്. ഇവർ ഭൂരിഭാഗം ഹിന്ദി ബേസ്ഡ് ആയിട്ട് ഉള്ള ആൾക്കാരായിരിക്കും. ഇവർക്ക് വേറെ ഭാഷകളൊന്നും കാര്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഹിന്ദി ടൈപ്പ് ചെയ്തിട്ട് അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോക്കൽ ഗുജറാത്തി പോലുള്ള ഭാഷകളായിരിക്കും, രാജസ്ഥാനി ഭാഷയൊക്കെ ആയിരിക്കും. എന്തായാലും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ് മിക്കപ്പോഴും നമുക്ക് മനസ്സിലാവും. അങ്ങനെ അവരുടെ പൊട്ട ഇംഗ്ലീഷൊക്കെ കൊണ്ട് ചാറ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ പല പിള്ളേരുടെ അവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇതുപോലെ ചാറ്റ് ചെയ്യാൻ കിട്ടിയാൽ മതി എന്നുള്ളൊരു ആ ഒരു ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറയുന്ന അവസ്ഥ നിൽക്കുന്നുണ്ടല്ലോ. പക്ഷേ അവിടെ അങ്ങനത്തെ പാവം പിള്ളേർ പെട്ടുപോകുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പെട്ടുപോകുമ്പോഴേക്കും ഒരു പെണ്ണ്, നല്ല അടിപൊളി പെണ്ണ്, ജസ്റ്റ് വേണമെങ്കിൽ വീഡിയോ കോളൊക്കെ വിളിച്ച് കൺഫേം ചെയ്യും, വോയിസ് വഹിക്കും. അങ്ങനെ കമ്പനിയൊക്കെ ആയി ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ പതുക്കെ ടോക്കിൻ്റെ ടോണ് ഗതി മാറി, എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. പതുക്കെ അത് വീഡിയോ കോളിലേക്ക് കടന്ന് നിങ്ങൾ ഫുള്ള് ഇനി കാണാനൊന്നും ബാക്കിയില്ല എന്നുള്ള തരത്തിൽ വീഡിയോ കോളൊക്കെ ചെയ്തു, എല്ലാം ഓക്കെ നടന്നു. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞ റെക്കോർഡിങ് നിങ്ങൾക്ക് അയച്ചു തരികയും മറ്റ് സെയിം പാറ്റേണിലുള്ള ഭീഷണികൾ നടത്തുകയും ചെയ്യും. ആദ്യത്തെ രീതിയും ഇതുമായിട്ട് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ ആരാ പോയി തല വെച്ച് കൊടുത്തത്? നമ്മൾ തന്നെ. അതായത്
ബേസിക്കലി ചെയ്യേണ്ട കാര്യം ഓൺലൈൻ ലോകത്ത് പരിചയമില്ലാത്ത ഒരാളോട് ഇതുപോലെ ഒന്നും ചാറ്റ് ചെയ്യാൻ പോകരുത് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഇതിൽ നിന്ന് ഊരിപ്പോരാൻ വലിയ പാടാണ്. ഓക്കെ, നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ. പക്ഷെ ഇവർ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡൊക്കെ എടുക്കും. എന്നിട്ട് ചെയ്യുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതേ പേരിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മുടെ പുതിയ അക്കൗണ്ട് ആണെന്നല്ലേ എല്ലാവരും ഓർക്കത്തുള്ളൂ അല്ലേ. തിരിച്ച് ഫോളോ ചെയ്യുമായിരിക്കും. എനിവേ, എന്നിട്ട് ഈ വീഡിയോ ഒക്കെ സ്റ്റോറി ഇട്ട് വെക്കും, അവർക്ക് ഇൻബോക്സിൽ വെച്ച് കൊടുക്കും. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, നമ്മുടെ കുടുംബത്തിലെ അമ്മായിക്കും അമ്മാവനും അപ്പച്ചിക്കും പിന്നെ ചേട്ടൻ ചേച്ചിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കും. അപ്പോൾ ഇവരോടൊക്കെ പിന്നെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കണം ഓരോ ആൾക്കാരോട്. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ലെങ്കിൽ എല്ലാവർക്കും പബ്ലിക്കിൽ വന്നിട്ട് അവരുടെ സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് ഈ ഒരു കാര്യം പറയാൻ മടിയായിരിക്കും. എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, അപ്പോൾ ഇതുപോലത്തെ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഒറിജിനൽ ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. പല കേസുകളിലും ഒറിജിനൽ വീഡിയോ ആകാറുണ്ട് ഈ ആണുങ്ങളുടെ. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഒരാൾക്ക് ഇങ്ങനെ പറ്റിയിട്ടുള്ളത്. നേരിട്ട് ഇൻസ്റ്റഗ്രാമിൽ അയാളുടെ പേരിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് സ്റ്റോറി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പെണ്ണ്. അത്രയും ക്രൂരതയാണ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഒന്നും പറയാനില്ല, അവിടെ അത് നമ്മുടെ വീഡിയോയിലൊന്നും പറഞ്ഞ് ന്യായീകരിക്കാനും വകുപ്പില്ല. പക്ഷെ മറ്റേ കേസിലാണെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ നമ്മൾ എന്താ പറയുക, തെറ്റൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ വീഡിയോ ലീക്ക് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ സൈബർ സെല്ലൊക്കെ കൊടുക്കുക. സൈബർ സെല്ലിൽ എന്തായാലും പരാതി കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് അതാണ് ചെയ്യാനുള്ളത്. എന്തൊക്കെയായാലും വീഡിയോ അവരുടെ കയ്യിലെത്തിയില്ല, നമ്മുടെ ഒറിജിനൽ വീഡിയോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്യാനുള്ളത് ഇതുപോലത്തെ ട്രാപ്പുകളിൽ പോയി പെടാതിരിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ കേസാണെങ്കിൽ അൺനോൺ നമ്പറിൽ നിന്ന് വന്ന് നമ്മൾ സാധാരണ ഫേസിൻ്റെ വീഡിയോ എടുത്ത് അവർ മിക്സ് ചെയ്ത് മോർഫ് ചെയ്ത് കയറ്റിയതാണെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട്, ഞാൻ വെറുതെ വീഡിയോ എടുത്തു, അപ്പോൾ അവർ മിക്സ് ചെയ്ത് മോർഫ് ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡയലോഗ് കൂടെ അടിക്കും, കാരണം കണ്ടാൽ മനസ്സിലാവും ഇത് ഫേക്കാന്നുള്ള കാര്യം. പക്ഷേ രണ്ടാമത്തെ കേസിലാണെങ്കിൽ വോയിസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാകത്തില്ല. സൂക്ഷിക്കുക. രാജസ്ഥാനിലെ ഒരാൾക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാമോ? കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. ആ ഒരു കേസിൽ 19കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനെയായിരുന്നു അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയാൾക്ക് ഒരു പെണ്ണിൻ്റെ കോൾ വരികയാണ്, ഇയാൾ ആ കോൾ അടിക്കുകയാണ്. അങ്ങനെ പെണ്ണുമായിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കമ്പനിയൊക്കെ ആയി വീഡിയോ കോളൊക്കെ ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം ഇയാൾക്ക് വലിയൊരു പോലീസ് ഓഫീസറാണെന്നും പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുകയാണ്. എന്നിട്ട് പറയുവാണ്, നിങ്ങൾ നേരത്തെ വീഡിയോ കോൾ വിളിച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട് ആ ഒരു കോൾ ലിസ്റ്റ് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു, ആ പെണ്ണ് ആത്മഹത്യ ചെയ്തു, നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നാണ് ആ പെണ്ണിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്, അതുകൊണ്ട് നിങ്ങൾ പണം നൽകണമെന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി. ഇയാൾ 18 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. മാധ്യമത്തിൽ കറക്റ്റായിട്ട് റിപ്പോർട്ടുള്ളതാണ്. അതിനുശേഷം 18 ലക്ഷം രൂപ കൊടുത്തു. അതിൻ്റെ അടുത്ത ആൾ വിളിക്കുകയാണ്, ഞാൻ CBI എന്നാണ്, നിങ്ങളെ നേരിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു കേസ് ഞങ്ങളുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിരിക്കുകയാണ്, നിങ്ങളൊരു 3 ലക്ഷം രൂപ തരേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇയാൾ പോലീസിൽ പരാതി കൊടുക്കുന്നത്. 18 ലക്ഷം പോയി, 3 ലക്ഷം വീണ്ടും ചോദിച്ചപ്പോഴാണ് പരാതി കൊടുക്കുന്നത്. എന്നിട്ട് പോലീസ് കറക്റ്റ് ട്രേസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ പോലീസിൽ പരാതി കൊടുക്കുക. ഇങ്ങനത്തെ എന്ത് കേസുണ്ടെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും ഫസ്റ്റ് നമ്മുടെ രക്ഷിക്കാനുള്ളത് പോലീസാണല്ലേ. പെട്ടെന്ന് പോയിട്ട് പരാതി കൊടുക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഇതിനൊന്നും കൊണ്ട് തല വെച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഒറിജിനൽ ന്യൂഡ് വീഡിയോസൊക്കെ പുറത്ത് പോയി അത് വെച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, അത് മറ്റ് ബന്ധുക്കളൊന്നും കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ ഓക്കെ, അങ്ങനത്തെ ഉള്ളവരുണ്ടാകും. പക്ഷേ ബന്ധുക്കളൊക്കെ എനിക്കൊന്നും ആലോചിക്കാൻ പോലും മേല ആ ഒരു കാര്യമൊന്നും. അതുകൊണ്ട് പോയി തല വെച്ച് കൊടുക്കാറുമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആയിരുന്ന നല്ലൊരു കാര്യമാണ്. ഭയങ്കര പാടാണ് ഈ ഒരു മാനസിക സംഘർഷം. അതുമൂലം ആത്മഹത്യകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂനെയിൽ കഴിഞ്ഞ ഏതാനും 1.5 മാസത്തിനുള്ളിൽ 2 ചെറുപ്പക്കാരാണ് മരിച്ചത്, 19, 22 വയസ്സൊക്കെ ഉള്ളവർ. അപ്പോൾ ഇത് വലിയൊരു അപകടമാണ്, വലിയൊരു ട്രാപ്പാണ്. മാത്രമല്ല ഇത് കോടികൾ മറിയുന്ന ഒരു റാക്കറ്റായിട്ട് ഇന്ത്യയിൽ മാറിയിട്ടുണ്ട്. സെക്സ്റ്റോഷൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഭീകരമായിട്ടുള്ള സംഭവമാണ്. ആരും പോയി തല വയ്ക്കരുത് എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Aswin Madappally സൈനിങ് ഔട്ട്.